ഭരണകർത്താക്കളെ, ആദരണീയരായ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. പ്രകൃതി മനുഷ്യന്റെ ശത്രുവല്ല, മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്താണ്. എന്നാൽ സുഹൃത്തിനെ മുറിവേൽപ്പിച്ചാൽ ഒരു നാൾ മനുഷ്യനും ആ മുറിവിന്റെ വേദന അനുഭവിക്കേണ്ടി വരും. ഈ സത്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് മനുഷ്യൻ പ്രകൃതിയുടെ മടിത്തട്ടിലായിരുന്നു ഉറങ്ങിയിരുന്നത്. ഇന്ന് മനുഷ്യൻ പ്രകൃതിയുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് വികസനം തേടുന്നത്. മലകളെ കീറിമുറിച്ചു, കാടുകളെ വെട്ടി നശിപ്പിച്ചു, നദികളെ മലിനമാക്കി, തണ്ണീർത്തടങ്ങളെ മണ്ണിട്ട് മൂടി. എന്നിട്ടും നമ്മൾ അത്ഭുതത്തോടെ ആലോചിക്കുന്നു, എന്തുകൊണ്ട് പ്രളയങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടാകുന്നു? പ്രിയമുള്ളവരെ, ഇത് പ്രകൃതിയുടെ പ്രതികാരമല്ല, പ്രകൃതിയുടെ അവസാന മുന്നറിയിപ്പാണ്. ശാസ്ത്രലോകം പറയുന്നു, ഭൂമിയുടെ ശരാശരി താപനില ഇതിനകം 1.3 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നിരിക്കുന്നു. പ്രതിവർഷം ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയാകുന്നു. കേരളത്തെ ഓർക്കാം, 2018 മഹാപ്രളയം, 2019 കവളപ്പാറയും പുത്തുമലയും, 2024 വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും. ഒറ്റ നിമിഷം കൊണ്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടമായി, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടമായി, സ്വപ്നങ്ങൾ മണ്ണിനടിയിലായി. അവരുടെ കണ്ണീർ ഇന്നും ഈ മണ്ണിൽ ഉണങ്ങിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു മരം വെട്ടുമ്പോൾ ഒരു തടി മാത്രമല്ല വീഴുന്നത്, ഒരു പക്ഷിയുടെ വീട് കൂടിയാണ്, ഒരു മഴമേഘത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്, ഒരു തലമുറയുടെ ശ്വാസം കൂടിയാണ്. കവിഗുരു ശ്രീ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ വരികൾ നമുക്ക് ഓർക്കാം. പ്രകൃതി നമ്മുടെ പാരമ്പര്യമല്ല, നമ്മുടെ മക്കളിൽ നിന്ന് കടം വാങ്ങിയതാണ്. എന്നാൽ ആ കടം നമ്മൾ തിരികെ കൊടുക്കുന്നത് മാലിന്യമായിട്ടാണോ, പുകയായിട്ടാണോ, ദുരന്തങ്ങളായിട്ടാണോ? അല്ല, ഇനി അങ്ങനെ ആയിരിക്കരുത്. വികസനം വേണം, പക്ഷേ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം നമുക്ക് വേണ്ട. ഓരോ വിദ്യാർത്ഥിയും ഒരു മരം നട്ടാൽ, ഓരോ കുടുംബവും ഒരു പ്ലാസ്റ്റിക് ബാഗ് ഒഴിവാക്കിയാൽ, ഓരോ മനുഷ്യനും ഒരു തുള്ളി വെള്ളം സംരക്ഷിച്ചാൽ പ്രകൃതിയുടെ ഭാവി മാറും. കാരണം ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഭൂമിക്ക് വേണ്ടിയല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. പ്രകൃതിയെ നമുക്ക് കീഴടക്കേണ്ട, നമുക്ക് പ്രകൃതിയുടെ കൈകോർക്കാം. മലകളെ സ്നേഹിക്കാം, പുഴകളെ സംരക്ഷിക്കാം, മരങ്ങളെ വളർത്താം, ഭൂമിയെ അമ്മയെ പോലെ ചേർത്ത് പിടിക്കാം. എങ്കിൽ മാത്രമേ വരും തലമുറ അഭിമാനത്തോടെ പറയൂ, അവർ ഞങ്ങൾക്ക് കൈമാറിയത് മുറിവേറ്റ ഭൂമിയല്ലായിരുന്നു, ജീവൻ തുടിക്കുന്ന ഭൂമിയായിരുന്നു. അവസാനമായി ഒരു വാചകം കൂടി, പ്രകൃതി നമ്മുടെ സ്വത്തല്ല, നമ്മുടെ ശ്വാസമാണ്. പ്രകൃതി നമ്മുടെ ഭൂമിയല്ല, നമ്മുടെ ഭാവിയാണ്. നന്ദി, നമസ്കാരം.